നമസ്കാരം. VGFിലെ വിചിത്രമായ നിബന്ധന പിൻവലിച്ചില്ലെങ്കിൽ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ വിളിക്കില്ല. ഗ്രാന്റിലെ തിരിച്ചടവിൽ കടുത്ത നിലപാടിലേക്ക് കേരളം. ഔദ്യോഗികമായി ക്ഷണിക്കാത്തത് കേന്ദ്ര നിലപാടുകൾ എതിരായതിനാൽ. വിസിൽ ഭരണസമിതി യോഗം ചേരാത്തത് മോദിയോടുള്ള അതൃപ്തിയിൽ. വിഴിഞ്ഞത്ത് അടിമൂക്കുമ്പോൾ കേന്ദ്ര സർക്കാർ VGF ഗ്രാന്റിന്റെ കാര്യത്തിൽ പുലർത്തി വന്ന പൊതുനയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കാര്യത്തിൽ മാത്രം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വാണിജ്യ പ്രവർത്തനം തുടങ്ങി 10 ദിവസം പിന്നിട്ടിട്ടും കമ്മീഷനിംഗ് തീയതി സർക്കാർ തീരുമാനിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയുടെ സൗകര്യം നോക്കി കമ്മീഷനിംഗ് ചടങ്ങ് നിശ്ചയിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല. ഇതിന് കാരണം VGF തർക്കമാണെന്ന് സൂചന. VGF ഗ്രാന്റായി തന്നെ അനുവദിക്കുന്നതിന് പ്രധാനമന്ത്രി ഇടപെടണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കേന്ദ്ര സാമ്പത്തിക കാര്യ വകുപ്പ് രൂപീകരിച്ച എംബേഴ്സ്ഡ് കമ്മിറ്റി 817.80 കോടി രൂപയാണ് VGF ആയി വിഴിഞ്ഞത്തിന് നൽകാൻ ശുപാർശ നൽകിയത്. ഈ തുക ലഭിക്കണമെങ്കിൽ VGF കേരള സർക്കാർ നെറ്റ് പ്രസന്റ് മൂല്യം അടിസ്ഥാനമാക്കി തിരിച്ചടയ്ക്കണമെന്ന നിബന്ധനയാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത്. VGF ആയി കേന്ദ്രം നൽകുന്നത് 817.80 കോടി രൂപയാണെങ്കിലും തിരിച്ചടവിന്റെ കാലയളവിൽ പലിശ നിരക്കിൽ വരുന്ന മാറ്റങ്ങളും തുറമുഖത്തിൽ നിന്നുള്ള വരുമാനവും പരിഗണിച്ചാൽ ഏതാണ്ട് 10,000 രൂപ മുതൽ 12,000 കോടി രൂപയായി തിരിച്ചടക്കേണ്ടി വരും. തുറമുഖത്തിനുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പേരിലുള്ള തർക്കം തുടരുന്ന സാഹചര്യത്തിലാണ് ഉദ്ഘാടനത്തിൽ തീരുമാനമെടുക്കാത്തത്. കമ്മീഷനിങ്ങിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി അധ്യക്ഷനായ വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ ഭരണസമിതി യോഗമാണ്. ഈ യോഗവും ചേർന്നിട്ടില്ല. വിഴിഞ്ഞം തുറമുഖത്തിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് 817 കോടി രൂപ ഗ്രാന്റായി നൽകില്ലെന്നും വരുമാന വിഹിതം വേണമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. കേരളത്തിന്റെ കാര്യത്തിൽ മാത്രം കേന്ദ്രം VGF നയം മാറ്റുന്നുവെന്ന് സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള 2ാം ഘട്ടം കൂടി 2028 അകം പൂർത്തിയാകുമ്പോൾ വലിയ വരുമാനം ലഭിക്കുമെന്ന തിരിച്ചറിവിലാണ് കേന്ദ്രവും സംസ്ഥാനവുമായുള്ള തർക്കം. 2034 മുതലാണ് സംസ്ഥാനത്തിന് അദാനി കമ്പനി വരുമാന വിഹിതം പങ്കുവെക്കുക. VGFന് പകരമായി നെറ്റ് പ്രസന്റ് മൂല്യം കണക്കാക്കി വരുമാന വിഹിതം വേണമെന്നതാണ് കേന്ദ്രത്തിന്റെ നിബന്ധന. തിരിച്ചടവ് കാലത്തെ രൂപയുടെ മൂല്യം, പദ്ധതി വഴിയുള്ള വരുമാനം എന്നിവയെല്ലാം കണക്കിലെടുത്തുള്ള മൂല്യനിർണ്ണയ രീതിയാണ് NPV 817 കോടിക്ക് പകരം കേന്ദ്രം 10,000 കോടിയിൽ കണ്ണുവെക്കുന്നുവെന്നാണ് കേരളത്തിന്റെ വാദം. ഇതാണ് മുഖ്യമന്ത്രിയുടെ കത്തിലുമുള്ളത്.